ഹലോ വ്യൂവേഴ്സ്. അപ്പോൾ ഇന്നെങ്ങനെ പ്രോപ്പറായിട്ട് ഹെയർ വാഷ് ചെയ്യാൻ നോക്കിയ വീഡിയോയിൽ നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ഷാമ്പൂ അപ്ലൈ ചെയ്യണം, പിന്നെ കണ്ടീഷണർ അപ്ലൈ ചെയ്യണം, പിന്നെ അത് കഴിഞ്ഞിട്ട് ഹെയർ കട്ട്, പിന്നെ അതിൻ്റെ ബ്ലോ ഡ്രൈ. ഇത്രയായിരിക്കും ഈ വീഡിയോയിൽ ഉണ്ടാവുക. അപ്പോൾ ആദ്യം തന്നെ എന്തിനാണ് നമ്മൾ ഷാമ്പൂ കണ്ടീഷണർ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത്? അപ്പോൾ ഷാമ്പൂയിങ്ങിൻ്റെ മെയിൻ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പ് ഏരിയനെ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷാഫ്റ്റ് ഏരിയ ചെറിയൊരു ഡ്രൈനെസ്സിന് ടെൻഡൻസി കാണിക്കുമ്പോൾ അതിനൊന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ക്യൂട്ടിൽ ഇതിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടീഷണർ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മളൊരു ഹെയർ വാഷ് സ്റ്റാർട്ട് ചെയ്യാൻ മുന്നേ ബിഫോർ വാട്ടർ ടെമ്പറേച്ചർ എങ്ങനെ ചെക്ക് ചെയ്യുക. എന്നിട്ട് ക്ലയൻറ്റിൻ്റെ ഹെയറിൻ്റെ ലെങ്ത്തിൽ ആദ്യം വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പതിയെ ഗ്രാജുവലായിട്ട് സ്കാൽപ്പിലോട്ട് വാട്ടർ സ്പ്രേ ചെയ്യുക. എന്നിട്ട് ഫുൾ സ്കാൽപ്പ് ആൻഡ് ഹെയർ വെറ്റായതിനു ശേഷം മാത്രം ഷാമ്പു അപ്ലൈ ചെയ്യുക. എന്നിട്ട് ചെവിയുടെ ഉള്ളിലോട്ട് വെള്ളം പോകാണ്ടിരിക്കാനായിട്ട് കൈ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് എന്നിട്ട് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുക. മസ്റ്റായിട്ട് ഹെയർ വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പോർഷനാണ് നമ്മുടെ നേപ്പ് ഏരിയ. അവിടെ മസ്റ്റായിട്ടും പ്രോപ്പറായിട്ട് വാട്ടർ സ്പ്രേ ചെയ്ത് ഷാമ്പു യൂസ് ചെയ്ത് ക്ലെൻസ് ചെയ്യുക. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ പോണിറ്റെയിൽ ഇടുമ്പോഴേക്കും ആ ഒരു ഭാഗത്ത് ഒരുപാട് ഹെയർ നമ്മൾ ടൈ ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ അവിടെ സ്വെറ്റായിട്ട് നമുക്ക് സ്കാൽപ്പിൽ ഡസ്റ്റും ഡർട്ടും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ബിൽഡപ്പ്, സ്വെറ്റും ഓയിലും കൂടിയിട്ട് നമുക്ക് അഴുക്ക് കൂടാനായിട്ട് ചാൻസസ് ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പോർഷൻ വാഷ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഷാമ്പു വാഷ് ചെയ്യുമ്പോഴേക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ പറഞ്ഞാൽ നമ്മുടെ ഹെയർ ടൈപ്പ് അനുസരിച്ചിട്ടാണ് ഷാമ്പു ചൂസ് ചെയ്യാനായിട്ട്. നമ്മളിപ്പോൾ ഇവിടെ ചൂസ് ചെയ്യാൻ പോകുന്നത് കളർഡ് ഹെയർ ആയതുകൊണ്ട് തന്നെ കളർ പ്രൊട്ടക്ഷൻ ഷാമ്പു ആണ് ചൂസ് ചെയ്യുന്നത്. ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ഷാമ്പു എടുക്കുക. എന്നിട്ട് ഫിംഗർ ടിപ്പിൽ വെച്ചിട്ട് റബ്ബ് ചെയ്യുക. എന്നിട്ട് ക്ലയൻറ്റിൻ്റെ സ്കാൽപ്പിലേക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്കാൽപ്പിലാണ് ഷാമ്പു അപ്ലൈ ചെയ്യേണ്ടത്. ഷാമ്പു അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു മസാജ് സ്റ്റെപ്സ് കീപ്പ് ചെയ്യുക. നമ്മുടെ സ്കാൽപ്പിൽ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ സ്കാൽപ്പിലത്തെ മസിൽസിലൊരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഫിംഗറിൻ്റെ ടിപ്പ് വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യുക ഫുൾ ഹെഡ്. ദെൻ ഫിംഗർ ടിപ്പ് തന്നെ അപ്പ് ആൻഡ് ഡൗൺ ഡയറക്ഷനിൽ നമ്മൾ സിക്സ് ആഗ് പോലെ നമ്മൾ ടവൽ ഡ്രൈ ചെയ്തതിന് ശേഷം സെക്ഷൻ ബൈ സെക്ഷനായിട്ട് എൻഡിൽ നിന്ന് ടാങ്കിൾസ് റിമൂവ് ചെയ്ത് പതിയെ മുകളിലോട്ട്. ക്ലീനായിട്ട് കോംബ് ചെയ്ത് ടാങ്കിൾസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട്
ബ്രഷ് ഒന്ന് 90 ഡിഗ്രിയിലോട്ട് വെച്ചിട്ട് ഫുൾ വോളിയം കിട്ടാനായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചു. എന്നിട്ട് ആദ്യം ഡ്രയർ ഓണാക്കിയിട്ട് ഒരു 45 ഡിഗ്രി ആംഗിളിൽ നമ്മുടെ ക്യൂട്ടിക്കിളിൻ്റെ സെയിം ഡയറക്ഷനിൽ തന്നെ എയർ ഫ്ലോ കൊടുക്കുക. ഇൻസൈഡ് ബ്ലോ ഡ്രയർ യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് കണ്ടോ, പുറത്ത് സ്മോൾ ഹെയർസ്, ബേബി ഹെയർസ് ഉണ്ടാവും. അതിനെ ഉള്ളിലേക്ക് ഹൈഡ് ചെയ്യാനായിട്ട് ഔട്ട് സൈഡ് വാഷ് ചെയ്യുക. ഹെയറിൻ്റെ റൂട്ടിൽ വോളിയം കിട്ടാനായിട്ട് ബ്രഷ് ഒന്ന് വെച്ചിട്ട് ഡ്രയർ വെച്ചിട്ട് മുകളിലേക്ക് ഹെയർ ഒന്ന് പുഷ് ചെയ്യുക. നമ്മൾ ബ്ലോ ഡ്രൈ ഫിനിഷ് ചെയ്യുമ്പോഴേക്കും ലാസ്റ്റത്തെ സെക്ഷൻ പറഞ്ഞാൽ ലാസ്റ്റ് പ്രൊസീജിയർ എന്താണെന്ന് പറഞ്ഞാൽ കൂളിംഗ് ആയിട്ടുള്ള എയർ കൊടുത്ത് ഫിനിഷ് ചെയ്യുക. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സ്റ്റൈൽ കുറച്ചും കൂടി ലോങ് ലാസ്റ്റിംഗ് കിട്ടാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും.